അതൊരു ട്രസ്റ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതും വില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആനയും അമ്പഴിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നോർമലി എല്ലാവരുടെയും ഈ സക്സഷൻ എന്ന് പറയുന്നത് ആൾക്കാർ വില്ലാണ് എഴുതുക, അല്ല വില്ല് എഴുതും. അതാണ്. പക്ഷെ വില്ലിൽ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ എസ്പെഷ്യലി ട്രസ്റ്റ് എന്ന് പറയുമ്പം സാധാരണ ജനങ്ങളുടെ, ഇപ്പം നിങ്ങൾ ചോദിച്ചോളൂ ട്രസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ചാരിറ്റബിൾ ട്രസ്റ്റ്, അമ്പലം, പള്ളി, അതൊക്കെ ഫാമിലി പ്രൈവറ്റ് ട്രസ്റ്റ്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 ഉണ്ട്. അതായത് ബ്രിട്ടീഷേഴ്സ് നമ്മുടെ ഇൻഡിപെൻഡൻസ് മുമ്പുള്ള നിയമമാണ് 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട്. അത് പ്രകാരം നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമുക്കൊരു ട്രസ്റ്റിൽ വെക്കാം. ഓക്കെ, ട്രസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലശേഷം ആ ട്രസ്റ്റാണ് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത് നമ്മുടെ ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഫോർ ഗേൾസ് മാത്രമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മൈനർ ചൈൽഡ്, സുഖമില്ലാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അവർക്കൊക്കെ വന്നിട്ട് ഈ ട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യും. ഇതത് ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു സ്വത്തുണ്ട് വിചാരിച്ചോളൂ, അല്ലേ? ആ സ്വത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാം, അല്ലേ? ഓണർഷിപ്പ് ഉള്ള സാധനം ആർക്ക് വേണമെങ്കിലും വാങ്ങാം. ബാങ്കിന് എടുക്കാം, ഗവൺമെന്റിന് എടുക്കാം, കടം നന്നാക്കി കൊണ്ടുപോകാം, അല്ലേ? പക്ഷെങ്കിൽ ട്രസ്റ്റിന് കൊടുത്ത പ്രോപ്പർട്ടി ആർക്കും തൊടാൻ പറ്റില്ല.